സിദ്ദീഖുൽ മിസ്ബാഹ് ഇവിടെ പറഞ്ഞ വാദം സുന്നത്തായ ബിദ്അത്ത് ഹസനത്താണ് എന്നുള്ള വാദം പറ്റുമല്ലേ? സൽമാൻ മൗലവി ഇങ്ങോട്ട് കേൾക്കണം പ്ലീസ്. ഒന്ന് കേൾക്കണം നിങ്ങൾ. അത് പറ്റുമോ? നിങ്ങൾ കേൾക്കുന്നില്ല, പറയുന്നൊന്നും കേൾക്കുന്നില്ല. അതാണ് നിങ്ങളെ വിഷയം. ഞങ്ങൾ ഒരുപാട് മാറ്റം സംവാദം നടത്തണം എന്നുള്ള നിലക്ക് ഞങ്ങൾ വിട്ടുവീഴ്ച തന്നു. നിങ്ങൾക്ക് മലയാളം തിരിയില്ല, നിങ്ങൾ തെളിയിച്ചു. ഒക്കെ ഞങ്ങൾ എഴുതുന്നതൊക്കെ ഒന്നാ, ഭാഷാ മാറ്റങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്തു തന്നു. അവസാനം സുന്നത്തായ ബിദ്അത്ത് ഹസനത്താണ്. പിന്നെ ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തല്ല. എവിടുന്ന് പുറത്തുനിന്ന് ഓരോന്ന് വിളിക്കുക, എന്താണെന്നറിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കാം. നമുക്കെന്ത് ചെയ്യാം? നിങ്ങൾ തുടക്കം മുതൽ അനുവദനീയമായ തിരുപ്പിറവിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ അവ്വൽ 12-നും അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ബ്രാക്കറ്റിൽ നബിദിനാഘോഷം സുന്നത്തായ ബിദ്അത്ത് ഹസനയാണ്. ആയിക്കോട്ടെ, സുന്നത്താണ് ബിദ്അത്ത് ഹസനത്താണ്, അതൊന്നും വിഷയമല്ല. സുന്നത്താണ് ബിദ്അത്തുൻ ഹസനയാണ്, ഒരു പ്രശ്നവും ഇല്ല. ചങ്ങായി സിഫത്ത് മൗസൂഫിന്റെ ഒന്ന് ആദ്യം ഖബർ പറഞ്ഞിട്ട് നബിദിനാഘോഷം സുന്നത്താണ് ഫറലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് സിഫത്താക്കി അതല്ല ഇവിടെ വേണ്ടത്. ഒരു മിനിറ്റ് ഇവിടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത്രയും കിടന്ന് പ്രഷറാണ്? നിങ്ങൾ സംസാരിച്ചത് കേട്ടത് ഇവിടെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇടയിൽ കയറി നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എഴുതിയ വാദത്തിൽ നിങ്ങൾ പറഞ്ഞു എന്താണ്? ബിദ്അത്ത് സുന്നത്താണ്, ഫർളാണ്, ബിദ്അത്ത് ഹസനത്താണ് എന്ന് എഴുതുന്നല്ലേ നിങ്ങൾ? ബിദ്അത്തുൻ ഹസനത്ത് എന്ന് നിങ്ങൾ എഴുതുമെന്ന് പറഞ്ഞല്ലോ, അത് നിങ്ങൾ എഴുതണമെന്നാണ് പറഞ്ഞത്. ഏത്? അപ്പൊ ഫർള് എന്ന് പറഞ്ഞ കാന്തപുര ഉസ്താദ് പറഞ്ഞ നിങ്ങൾ വിട്ടോ? ഏത്? അത് എന്തുകൊണ്ട് എന്നുള്ളത് സംവാദത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. അത് എഴുതിക്കണം. അല്ലല്ല, അത് നിങ്ങൾ നിഷേധിച്ചാൽ മാത്രമേ ചോയ്സ് ഉള്ളൂ. അല്ലല്ല, ചോയ്സ് നിങ്ങൾ ഒരു മിനിറ്റ് പ്ലീസ്, ഒരു മിനിറ്റ്. അല്ലല്ല, ഒരു മിനിറ്റ്, കേവലം വേണ്ട. അത് തന്നെ ഇവിടെ നിങ്ങൾ എഴുതാന്ന് പറഞ്ഞോണ്ടാണ് എന്റെ മുസ്ലിം ഞങ്ങൾക്ക് ഇതൊരു സംവാദത്തിന്റെ ബെനിഫിറ്റ് ഉണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ കടന്ന് ഫർളാണെന്ന് പറഞ്ഞു, സുന്നത്താണെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, അത് നിങ്ങൾ മൗലൂദ് മാല ഓതിയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലാകുന്നുണ്ട? അത് വാങ്ങും. അതാണ് അത് തുറന്നു പറയട്ടെ. അതാണത്. മനസ്സിലാകുന്നുണ്ട്? ഇവിടെ അതൊന്നുമല്ല വിഷയം. വിഷയത്തിന് സ്കിപ്പാല്ലേ പ്ലീസ്. ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ പറഞ്ഞത്, ഞങ്ങൾ കാന്തപുര ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, സുന്നി അഫ്കാറിൽ എഴുതിയത് ശരിയാണ്, അത് ഞങ്ങൾ തരും. ആ നൗഷാദ് പറഞ്ഞ ചോയ്സ് നിങ്ങൾ നൗഷാദ് തന്ന ചോയ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പറ, കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഫർള് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞത്. കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഫർള് പിൻവലിച്ചു എഴുതിക്കോ. ഇവിടെ സംഗതി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ സംഭവിച്ചത് എന്താ? നൗഷാദിനെ തള്ളിയോ നിങ്ങള്? നൗഷാദ് പറഞ്ഞത് ആദ്യം ഹൈദർ മൗലവിനെ തള്ളി. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തീരുമാനമായിട്ടില്ലേ? നിങ്ങൾ തീരുമാനത്തിൽ എത്തിയിട്ടില്ലേ? നൗഷാദോട് പറഞ്ഞ എന്താ? ഒന്നിരിക്കൽ AP ഉസ്താദ് പറഞ്ഞ ഫർള് എന്നോ, അല്ലെങ്കിൽ സിദ്ദീഖ് പറഞ്ഞ വാട്സപ്പിൽ പറഞ്ഞ സുന്നത്ത് എന്നോ എഴുതണം. ചങ്കൂറ്റത്തോടു കൂടെ സംവാദം വാട്സപ്പിലൂടെ ചർച്ച വന്നത്. ആയിക്കോട്ടെ, ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. ഏത്? രണ്ടാലൊന്ന് എഴുതാൻ പറഞ്ഞില്ലേ? അതാ സിദ്ദീഖ് തന്നെ പറഞ്ഞില്ലേ? എഴുതിയല്ലോ, എഴുതി. എത്രയോ സമയം മുമ്പ് എഴുതി. സിദ്ദീഖ് പറഞ്ഞത് എന്താ? പ്രതിഫലാർഹത്തിൽ രണ്ടും പെടും. മനസ്സിലാക്കണം, പ്രതിഫലാർഹത്തിൽ രണ്ടും പെടും. മനസ്സിലാക്കണം. ഒക്കെ സിദ്ദീഖ് നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞു. പ്രതിഫലാർഹം എന്നാൽ അതിൽ ഫർളും പെടും, സുന്നത്തും പെടും. എന്നാൽ സുന്നത്താണ്, അതിനുശേഷം എന്താണ്? ബിദ്അത്തു ഹസനത്തയാണ് എന്ന് കൃത്യമായിട്ട് സിദ്ദീഖ് ഇവിടെ പറഞ്ഞു. അത് നമ്മളെ വാദാന്ന് എപ്പോഴോ പറഞ്ഞു. നമ്മളെ വാദം നമ്മൾ തന്നെ എഴുതുക. പിന്നെ നിങ്ങളെ മനസ്സുള്ള പോലെ നമ്മൾ എഴുതണമെന്നുണ്ടോ? അതിപ്പോ നടക്കൂലല്ലോ, അപ്പൊ സംവാദമില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ വാദം നിങ്ങൾ അംഗീകരിച്ചോ? എന്നാ പിന്നെ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. സിദ്ദീഖ് പറഞ്ഞത് തന്നെ, സിദ്ദീഖ് പറഞ്ഞത് എഴുതി. സിദ്ദീഖ് പറഞ്ഞത് എന്താ? സിദ്ദീഖ് വ്യവസ്ഥയിൽ പറഞ്ഞത് പ്രതിഫലാർഹത്തിൽ അല്ല. ഇവിടെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. നൗഷാദ് വാട്സപ്പ് പറഞ്ഞതാ ചർച്ചെങ്കിൽ പിന്നെ ഇവിടെ വ്യവസ്ഥക്ക് ഇരിക്കണോ? ചർച്ച വാട്സപ്പിൽ അതങ്ങനെ പറയാ. അത് പൊന്നാനി സംവാദം എല്ലാം വാട്സപ്പ് തന്നെയാണ്. വാട്സപ്പിൽ ഒരുപാട് ചർച്ച നടക്കും. അതിന്റെ ഭാഗമായിട്ട് വ്യവസ്ഥയിൽ ഇരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ വ്യവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണ്. അല്ലാണ്ട് വ്യവസ്ഥയിൽ പറഞ്ഞ വാദം തന്നെ ഇതിലുണ്ടാണോ, ഇതിൽ എഴുതണം നമ്മൾ ആദ്യം തീരുമാനിച്ചിനോ?
വ്യവസ്ഥയുടെ വാട്സപ്പിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ വ്യവസ്ഥ ഉണ്ടാകുന്നത് എന്ന് മാത്രമേ മധ്യസ്ഥം പറഞ്ഞിട്ടുള്ളൂ. അവിടെ പറഞ്ഞ അതേ വാദം ഇവിടെ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ആകെ കുടുങ്ങി. നൗഷാദിനും തള്ളി അല്ലേ? നിങ്ങളിപ്പോ നൗഷാദിനും തള്ളിയോ? നിങ്ങളിപ്പോ അവസാനം നൗഷാദ് പറഞ്ഞത് ഒന്നിക്കൽ ഇത് എഴുതണം, അല്ലെങ്കിൽ ഇത് എഴുതണം. നമ്മൾ സിദ്ദീഖ് പറഞ്ഞ വാദത്തിലാണ് ഇപ്പൊ ഉള്ളത്. പ്രകടനം സുന്നത്താണ്, ബിദ്അത്ത് ഹസനത്ത ആണ്. സുന്നത്തായ അഥവാ അല്ലെങ്കിൽ സുന്നത്താണ്, നിങ്ങൾ എന്ത് വെച്ചോ ഇഷ്ടം എടുത്തോ, സുന്നത്താണ്, ബിദ്അത്ത് ഹസനയാണ്. ഇതാണ് സിദ്ദീഖിന്റെ വാദം. അധികം തീരുമാനം ഇവിടെ നൗഷാദ് പറഞ്ഞതിൽ ഒന്നും മാറിയിട്ടില്ല. നൗഷാദ് പറഞ്ഞ എന്താണ്? ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം, കാന്തപുരം ഉസ്താദ് പറഞ്ഞതും ചേർത്ത് നിങ്ങൾ ഈ വാദത്തിൽ എഴുതണോന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. അല്ലെങ്കിൽ സിദ്ദീഖ് പറഞ്ഞതുപോലെ സുന്നത്താണ് എന്ന് എഴുതണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്നെങ്കിൽ സിദ്ദീഖ് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പൊ ഈ പ്രതിഫലം ഇത് എഴുതി. ഇവിടെ സിദ്ദീഖ് പറഞ്ഞത് ഇതാ ഇവിടെ ഉണ്ട് വാദത്തില്, അത് എഴുതുക. ഇതാ കേട്ടോളൂ, അത് ഇവിടെ വെക്കാം. മൗലിദാഘോഷം അത് നമുക്ക് സുന്നത്താണ്. സിദ്ദീഖ് പറഞ്ഞത് അത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ പുണ്യപരമായ കാര്യങ്ങളും നബിയും സ്വഹാബത്തും ചെയ്ത് കാണിച്ചു തരണം എന്ന ഒരു മാനദണ്ഡം വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. ആരും പ്രശ്ന ഈ ക്ലിപ്പ് കേൾപ്പിച്ചോട്ടെ, ഈ ക്ലിപ്പ് കേൾപ്പിച്ചോട്ടെ. എനിക്ക് പറയാനുണ്ട്, പ്ലീസ് ഈ ക്ലിപ്പ് കേൾപ്പിച്ചോട്ടെ. ഈ ക്ലിപ്പ് കേൾപ്പിക്കുമ്പോ ഇത്ര ബേജാറാവണ്ട പ്ലീസ്. മൗലിദാഘോഷം അത് നമുക്ക് സുന്നത്താണ്. ഇവിടെ കിട്ടുന്ന ഒരു കാര്യം, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ പുണ്യപരമായ കാര്യങ്ങളും നബിയും സ്വഹാബത്തും ചെയ്ത് കാണിച്ചു തരണം എന്ന ഒരു മാനദണ്ഡം വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോ മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് മൗലിദാഘോഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും ആ മുത്തനബിയാകുന്ന റഹ്മത്തിൽ ശുക്ർ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ സ്മരിക്കുക. അല്ലാഹു തന്ന റഹ്മത്തിൽ ശുക്ർ അല്ല, ഒരു മിനിറ്റ് ഷാബി, ഒരു മിനിറ്റ്. ഇവിടെ സിദ്ദീഖ് മൈക്ക് എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത് എന്ത്? സിദ്ദീഖിന്റെ വാദമായിക്കൊണ്ട് നിങ്ങൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ്. ഇല്ലല്ല, സിദ്ദീഖ് മൈക്ക് എടുക്കുന്നതിന് മുമ്പ് ഷാബി ഒരു മിനിറ്റ്. ഇവിടെ സുന്നത്താണോ? ഒരു മിനിറ്റ്. നിങ്ങളുടെ വാദത്തിലുള്ളത് സുന്നത്താണോ, പ്രതിഫലാർഹാണോ, ബിദഅത്തുൻ ഹസനയാണോ? ഇതൊക്കെ പാഠങ്ങൾ കൂട്ടി എഴുതിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സിദ്ദീഖിന്റെ വാദം. ഞാനാണ് ഇവിടെ ആദ്യം മൈക്കെടുത്തത്, സിദ്ദീഖല്ല. സിദ്ദീഖ് ഇവിടെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് സിദ്ദീഖ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ വാദത്തിലുള്ള സുന്നത്താണ്. എങ്ങനെ സുന്നത്താണ്? നബിദിനാഘോഷം സുന്നത്താണ്. അവിടെ നിർത്തി നമുക്ക് ബിദഅത്തുൻ ഹസന എന്ന് പറഞ്ഞ ഒരു വാല് സുന്നത്ത്, സുന്നത്തുമ്മ കൂടി പിന്നെ നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സിദ്ദീഖിന്റെ വാദത്തിൽ നിർത്താം. ഷാബിയ ഫിക്സഡ് ഷാബിയ ഫിക്സഡ്. അങ്ങടക സിദ്ദീഖിന്റെ വാദത്തിൽ നമുക്ക് സുന്നത്താണ്. എങ്ങനെ? നബിദിനാഘോഷം സുന്നത്താണ് എന്ന് പറയുന്ന സിദ്ദീഖിന്റെ വാദത്തിൽ ഫിനിഷ്. നിർത്തല്ലേ? അവിടെ നിർത്തല്ലേ? ഇനി എന്തായാലും വിഷയം അല്ല, സുന്നത്താണെന്ന് എഴുതിയതിന് ശേഷം ബിദഅത്ത് ഹസനത്താണെന്ന് എഴുതിയത് കൊണ്ട് സുന്നത്താണ് എന്നുള്ളത് ഇല്ലാണ്ടാവോ? സിദ്ദീഖുൽ മിസ്ബാഹിന്റെ വാദം എന്താണ്? സുന്നത്താണ് എന്നാണ്. അതിനുശേഷം ഇനി ബിദഅത്ത് ഹസനത്താണെന്ന് എഴുതിയത് കൊണ്ട് സുന്നത്താണ് എന്നുള്ളത് ഇല്ലാണ്ടാവോ? ഇല്ലാണ്ടാവൂലല്ലോ. പിന്നെന്താ പ്രശ്നം? അതിൽ സിദ്ദീഖിന്റെ വാദവും ഉണ്ട്, പിന്നെ അതിന് പുറമെ ഞങ്ങൾ എല്ലാവരും കൂടി വാദവും നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട്. നിങ്ങളെ ബിദഅത്ത് ഹസനത്ത് എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാദം എഴുതിയത്. അത് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. അതുകൊണ്ട് സിദ്ദീഖിന്റെ വാദം എഴുതുന്നു സുന്നത്താണ്. തിരുപ്പിറവിയിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ 12-നും അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ഇൻ ബ്രാക്കറ്റ് നബിദിനാഘോഷം അത് സുന്നത്താണ്. പ്രതിഫല ബിദഅത്ത് ഹസനത്താണ്. സുന്നത്താണ് സിദ്ദീഖുൽ മിസ്ബാഹിന്റെ വാദം. അതിന്റെ കൂടെ ബിദഅത്ത് ഹസനത്താണ്. ചങ്ങാതി ഖബറും ബാദ ഖബർ പറഞ്ഞാൽ ഖബർ ലെവൽ ഇല്ലാതാവോ? ഖബറും ബാദ ഖബർ പറഞ്ഞാൽ ഖബർ ലെവൽ ഇല്ലാതാവോ? സയ്യിദുൽ ആലിമുൽ ഫാളിൽ എന്ന് പറഞ്ഞാല് സയ്യിദ് ആലിം ആകാതിരിക്കോ? കിതാബ് ഓതി പഠിക്കണ്ടേ നിങ്ങള്? ഖബറ് നിങ്ങൾ പഠിക്കണ്ടേ? കിതാബ് ഓതി പഠിക്കണ്ടേ? വഅഖ്ബറു ബിസ്നൈനി ഔ ബി അക്സറ അൻ വാഹിദിൻ ക ഹും സുറാത്തുൻ ശുഅറാ. അല്ലാമ ഇബ്നു മാലിക് അൽഫിയ പഠിക്കണ്ടേ? പണ്ട് ഫൈസൽ മൗലിക്ക് എരിമാടുന്നേ ബൈത്ത് ചൊല്ലിക്കൊടുത്തോണ ഞാൻ ഇന്ന് വരെ ഫൈസൽ കണ്ടിട്ടില്ല. അവിടെ നമുക്ക് പേടിയില്ല. ഈ വാദത്തിൽ നിങ്ങളുണ്ടോ? സിദ്ദീഖ് പറഞ്ഞതുണ്ട്,
ബിദഅത്ത് ഹസനത്ത്. സിദ്ദീഖ് പറഞ്ഞത് ഇല്ലാണ്ടാകുന്നില്ല, അതിന് പുറമെ ബിദഅത്ത് ഹസനത്താണ് എന്നുള്ളത് അത് നിങ്ങൾ ഗണ്ണിക്കുന്നതാണ്. ബിദഅത്ത് ഹസനത്ത് എന്നൊന്നും ഇല്ല എന്ന് പറയുന്നവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കൂടുതൽ വിഷയം കിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എന്തേ പേടി? നിങ്ങൾക്ക് പറഞ്ഞൂടെ ബിദഅത്ത് ഹസനത്ത് എന്നൊന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞൂടെ? എന്താ നിങ്ങൾക്ക് പേടി? നിങ്ങൾ എന്തിനു സംവാദത്തിൽ നിന്ന് ഒളിച്ചു മാറുന്നു? അതെ, നിങ്ങളതല്ലാന്ന് എഴുതിക്കോളി. സുന്നത്തുമല്ല ബിദഅത്ത് ഹസനത്തുമല്ല എന്ന് എഴുതിക്കോളൂ. എന്റെ സുഹൃത്തുക്കളെ, ഇത്രയും ബേജാറാണ്ട, മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എല്ലാ ബുഗാബുഗകളിലും ഫൈസൽ മൗലവി നല്ലപോലെ കിതാബ് ഓതി തരുന്നുണ്ട്. എരുമാട് മാത്രല്ല, സലാഹുന് വരെ ഫറോക്ക് പേട്ടയിൽ കൊടുത്തേ. പ്ലീസ് നിങ്ങൾ ഇരിക്കും, നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടല്ല. അപ്പൊ ഈ സലാഹുവിന് വരെയും ഫൈസൽ മൗലവി അവിടെ പഞ്ഞി കിട്ടി. അതുകൊണ്ട് ഇവിടെ വിഷയം അതല്ല, ഇവിടെ അതല്ല വിഷയം. ഇവിടെ സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞത് സെലക്ട് ചെയ്യോ, നമ്മൾ ഇത്രയും നേരം കുത്തിത്തിരിച്ചത് എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞു സിദ്ദീഖ് പറഞ്ഞതാണ് വാദം. ഒരു മിനിറ്റ് നിൽക്ക് സലാഹു, പ്ലീസ് സംസാരിക്കുന്ന കേൾക്കൂ. അപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ബിദഅത്തെ ഹസന അംഗീകരിക്കാത്തവരാണല്ലോ എന്ന്. ബിദഅത്തെ ഹസന എന്ന് പറയുന്ന ഒന്ന് ശറയിലില്ല. അത് ഞങ്ങൾ എഴുതും, അത് ബിദഅത്തിന്റെയും സുന്നത്തിന്റെയും വിഷയം. ഇവിടെ നിങ്ങളുടെ ജന്മദിനാഘോഷമാണ്. ബിദഅത്തെ ഹസനയും നബിദിനാഘോഷം തമ്മിൽ എന്താ? നിങ്ങൾ വാജിബാണെന്ന് കാന്തപുരം അബൂബക്കർ. പ്ലീസ് ഇരിക്കൂ മുസ്ലിയാരെ, ഇരിക്കൂ പ്ലീസ്. നിങ്ങളെ സംസാരം കേൾക്കും, ഞങ്ങൾ മിണ്ടാണ്ട് കേട്ടല്ലോ. ഇവിടെ നിങ്ങൾ ഒന്നെങ്കിൽ ഫർള് എന്ന് എഴുതണമെന്ന് പറഞ്ഞു, കാന്തപുരം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സുന്നത്ത് എന്ന് നിങ്ങളുടെ സിദ്ദീഖുൽ മിസ്ബാഹ് എഴുതിയത് എഴുതണമെന്ന് പറഞ്ഞു. സിദ്ദീഖ് എഴുതിയത് വാട്സപ്പിൽ എഴുതിയത് എഴുതാന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നൗഷു വായിച്ച് കേൾപ്പിച്ചത്. എന്താണ് അത് എഴുതൂലെന്ന്. പിന്നെ ഇനിയൊരു വിട്ടുവീഴ്ച നിങ്ങൾക്ക് ഈ സംവാദം എങ്ങനെയെങ്കിലും നടക്കാതിരിക്കണം. അത് ഷാഫി, കാരണം ഷാഫിക്ക് നല്ലതുപോലെ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഷാഫി അത് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ സംവാദത്തിൽ നിന്ന് ഒഴിയാൻ പറ്റുമോ അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾ അംഗീകരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു സിദ്ദീഖ് പറഞ്ഞത് ഞങ്ങൾ എഴുതാം, കാന്തപുരം പറഞ്ഞത് വിട്ടു. കാന്തപുരം പറഞ്ഞത് ഞങ്ങൾ എഴുതൂന്ന് പറഞ്ഞ ആളുകൾ ആദ്യം എഴുതൂന്ന് പറഞ്ഞ ആളുകളാ, പിന്നെ കാന്തപുരം പറഞ്ഞത് വിട്ടു. എന്നിട്ട് പുള്ളി വിചാരിച്ചു എന്ത്, സിദ്ദീഖ് പറഞ്ഞത് എഴുതും, അത് രക്ഷപ്പെടും നോക്കി. അവിടെ നോക്കുമ്പോ ഇവരുണ്ടാക്കി വന്ന ബിദഅത്തെ ഹസനത്തില്ല. അതാണ് നിങ്ങളുടെ കൃത്യമായ വാദം, സുന്നികളുടെ കൃത്യമായ വാദം അതാണ്. എന്റെ സൽമാനെ എന്താണ് ഇങ്ങനെ കുട്ടി? എങ്ങനെ ഇവലൊന്ന് നടത്തിക്കിട്ടെ സംവാദം, സംവാദം നടത്തിക്കിട്ടെ. ഞങ്ങൾക്ക് അതാ വേണ്ടത്. ഞങ്ങൾക്ക് ഇവിടെ സംവാദം നടക്കണം. സൽമാൻ മൗലവി ഇങ്ങോട്ട് നോക്ക. എന്റെ കാക്കുവിന്റെ കുട്ടി ഇങ്ങോട്ട് നോക്ക. നമ്മൾ കുറെ ഷഫീസ് അതെ സൽമാൻ ഒന്ന് കേക്ക്, ഇന്ന് ശ്രദ്ധിക്ക് സൽമാൻ ശ്രദ്ധിക്ക്. കേക്ക് സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞ വാദത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്, സുന്നത്ത് തന്നെയാണ്. പക്ഷെ ബിദ്അത്തുൻ ഹസന എന്ന് ഞങ്ങൾ കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ വാദത്തിൽ ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? അത് ആദ്യം മനസ്സിലാക്കുക. ബിദ്അത്തുൻ ഹസന നിങ്ങൾക്ക് അറിയില്ല, എന്താ പഠിപ്പിക്കാനാ? സംവാദം വെറുതെ ആവരുത്. നിങ്ങൾക്കൊന്നും അറിയില്ല. സെയ്ദുൻ ആലിമു എന്ന് പറഞ്ഞാലും ആലിമുൻ എന്ന് പറഞ്ഞാലും ഒരേപോലെ പറയാൻ പറ്റുന്നുള്ള വിവരം പോലും നിങ്ങൾക്കില്ല. സിഫത്തും ഖബറും ഒരുപോലെ പറയാൻ പറ്റുന്നില്ല. അതേപോലെ സുന്നത്തായ ബിദ്അത്ത് ഹസനത്താണെന്ന് പറഞ്ഞാലും സുന്നത്താണ് ബിദ്അത്തുൻ ഹസനത്താണെന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ്. ഇതിൽ സുന്നത്താണെന്നുണ്ടോ നൗഷോ? ഇതിൽ സുന്നത്താണെന്നുണ്ടോ നൗഷു? നൗഷു ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട പന്നാര കുട്ടിയെ. ഇതിൽ സുന്നത്താണെന്നുണ്ടോ? ഇതിൽ സുന്നത്താണെന്നുണ്ടോ? സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞ സുന്നത്താനുണ്ട്. ഓക്കെ, ഇനി പിന്നെ ഞങ്ങൾ അതിൽ ബിദ്അത്തുൻ ഹസന എന്നുകൂടെ ചേർക്കുന്നു. എന്താ ഞങ്ങൾ വന്നല്ലേ സംവാദത്തില്? ഞങ്ങൾ സംവാദത്തിൽ വന്നത് വ്യവസ്ഥക്ക് വന്നത് വാദമെഴുതാനാണ്. ബിദ്അത്തുൻ ഹസനയെ സൽമാൻ മൗലവി പേടിക്കാണ്. അതുകൊണ്ട് സംഭവിച്ചതായത് സൽമാൻ മൗലവി പേടിച്ചിരിക്കുകയാണ്. ബിദ്അത്തുൻ ഹസന എന്നെഴുതിയാൽ സൽമാൻ മൗലവിയും കവലപ്രസംഗത്തിൽ നടത്തിയ എല്ലാ ചീട്ടുകൊട്ടാരം പൊളിയാണ്. അതിന്റെ ഭാഗാത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വ്യക്തമായി പറയുന്നു, തിരുപ്പിറവിയിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ അവ്വൽ 12 അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ബ്രാക്കറ്റിൽ നബിദിനാഘോഷം സുന്നത്താണ്, ബിദ്അത്തുൻ ഹസനയാണ്. ഇനി ആൺകുട്ടിയായിട്ട് മറുവാദം എഴുതും.
ഇനി ആൺകുട്ടിയായിട്ട് മറുവാദ് എഴുതി സൽമാനെ. എന്തിനാ കുട്ടിയെ കൊല്ലത്തുനിന്ന് വണ്ടി കയറിയത്? ഇതിനൊരു മറുവാദ് എഴുതി കൊടുക്ക്, മറുവാദ് എഴുത്. അതല്ലേ വേണ്ടത്? വെറുതെ സാധുക്കളെ വിളിച്ചു കൊണ്ടുവന്ന് സമയം കളയണോ? ഷാഫി എന്തായാലും വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത് ഇത് എങ്ങനെയെങ്കിലും നടക്കാതിരിക്കണോ എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ കൂട്ടുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ കൂട്ടിയതാണ്. ഇത്രയും നേരം പറഞ്ഞു നിങ്ങൾ മിണ്ടാണ്ടിരിക്കും മുസ്ലിയാക്കന്മാരെ. നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എത്ര ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ടത്. ആ ഒരു ക്ഷമ കാണിക്കും. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടുന്നത്. ഇവിടെ വാട്സപ്പിൽ ഒന്ന് പറയാം, ഇവിടെ വന്നിട്ട് വേറൊന്ന് പറയാൻ. ഇവിടെ ഒരു മിനിറ്റ്, സുന്നത്തിനെ നിങ്ങൾ ഇവിടെ എഴുതേണ്ട എന്താണ്? സിദ്ദീഖുൽ മിസ്ബാഹ് വാട്സപ്പിൽ പറഞ്ഞത് നിങ്ങൾ എഴുതണം. അതേ ഞങ്ങൾ പറഞ്ഞോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓനെ തള്ളു, ഓൻ പറഞ്ഞു, നിങ്ങൾ പറയാം ഓൻ പറഞ്ഞതും ശരിയാണ് ഞങ്ങൾ പറഞ്ഞതും ശരിയാണ്. അതെങ്ങനെയാവുക? സുന്നത്തിനെ നിങ്ങൾ ഒരു മിനിറ്റ് പ്ലീസ്, സുഹൃത്തെ ഒന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. നിങ്ങൾ ഇങ്ങനെ അലങ്കോലപ്പെടുത്തരുതേ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ആ സിദ്ദീഖ് പറഞ്ഞത്, ഷാഫി നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് സംവാദം നടക്കണമെന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദഗതികൾ വിഷയം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേൾക്കുന്നില്ല. വിഷയം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ നടക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സൽമാൻ അല്ല പേടിക്കുന്നത്, നിങ്ങൾ സുന്നത്തിനെയാണ് പേടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത്. നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന സുന്നത്തിലില്ലാത്തതാണ്, ഖുർആനിൽ ഇല്ലാത്തതാണ് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ വാദത്തിൽ എഴുതണം. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കാലം നിങ്ങൾ സുന്നത്താണെന്ന് പറയാ, ഇവിടെ വന്നിട്ട് വിദഅത്തെ ഹസനത്ത്. ഒരു മിനിറ്റ്, സിദ്ദീഖ് വാട്സപ്പിൽ പറഞ്ഞതാണ്. ആ വാട്സപ്പിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ വാട്സപ്പിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് ആ എഴുതിയില്ലെന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ എഴുതണം. സിദ്ദീഖ് പറഞ്ഞത് എഴുതണം. ഇയാൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടിന്ന്. എന്തിനാ കൂട്ടുന്നത്? ഞങ്ങൾ കൂട്ടുന്നത് വിഷയവുമായി ബന്ധമില്ല. നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? നിങ്ങൾ എന്തിനാ അത്? നിങ്ങൾ പിന്നെ പഠിപ്പിച്ചാൽ മതി, ഫായിദ പിന്നെ പഠിപ്പിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മനസ്സിലാകുന്നുണ്ടോ? ബിദ്അത്തെ ഹസനയല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നബിദിനാഘോഷമാണ്. ഇതെന്താ സംഭവം എന്നറിയോ? അത് ഞാൻ എഴുതിയ വാദം, അത് സുയൂത്തി ഇമാമിന്റെ ഹാവിയിലുള്ള ഇബാറത്തിന്റെ അർത്ഥ. കുട്ടിയെ, ഞങ്ങൾ വ്യവസ്ഥക്ക് വന്നത് ഞങ്ങൾ വാദം എഴുതാനാണ്. ആ വാദം ഇവിടെ എഴുതി തന്നു. ഇബാറത്തിന്റെ അർത്ഥം പറയാനല്ല കുട്ടിയെ വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണ ആവശ്യമുണ്ടോ? സമ്മതിച്ചാ പോരെ? സുന്നത്താണ് സുയൂത്തി ഇമാം പറഞ്ഞ, സമ്മതിച്ചാ പോരെ? ഏത്? അതെന്നെ പറഞ്ഞത് അതന്നെയല്ലേ. ഇബാറത്തിന്റെ അർത്ഥാണത്. ഇബാറത്തിന്റെ അർത്ഥാണ് കുട്ടിയെ. ഇവിടെ വ്യവസ്ഥക്ക വന്നത്. വ്യവസ്ഥക്ക് ഞങ്ങൾ വാദം എഴുതി. ഇവിടെ സംഭവം എന്താണെന്നറിയോ? ഇവർക്ക് എനിക്ക് തോന്നുന്നത് ഇവരെ നേതാക്കന്മാര് ഫൈസൽ മൗലയോ ആരോ പറഞ്ഞിട്ടുണ്ടാകും, ഇനി സൽമാനും ടീമും പോയി സംവാദം നടത്തരുത്. കാരണം എന്താ? പൊന്നാനിൽ തോറ്റോമ്പിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മംഗലാപുരത്ത് തോക്കെ സഖാവിന്റെ അടുത്ത് നാഗം മാനം കെട്ടിട്ടുണ്ട്. ഇനി ദയവ് ചെയ്തൊരു സംവാദം ഉണ്ടാവരുത്, പറഞ്ഞ സ്ഥിതിക്ക് ഒരു വ്യവസ്ഥ ആക്കി അങ്ങോട്ട് പോര്, വ്യവസ്ഥ തന്നെ പൊട്ടിച്ച് കൊളാക്കണം എന്നൊരു തീരുമാനം ഉണ്ടെന്ന് ശരിക്കും ഇവിടെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സംവാദം നടക്കണം എന്ന നിലയ്ക്ക് എല്ലാവിധ എക്സ്ക്യൂസും ചെയ്തു തന്നിട്ടും വീണ്ടും 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 തൂങ്ങി നടക്കുന്ന ഒരു സഭ നിങ്ങൾ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വ്യക്തമായിട്ടുണ്ട്. അതന്നെ ഇതിനെന്താ മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ തമ്മിൽ എതിരായി. അതെങ്കിൽ ചിന്തിക്കണം. നൗഷാദ് പറഞ്ഞത് എന്താ? ആദ്യം ഹൈദർ മൗലവിനെ പുറത്താക്കി, പിന്നെ നൗഷാദിന് വാദം പറഞ്ഞ് പിടിച്ചങ്ങ് പുറത്തിട്ടു. പിന്നെ മാത്രമല്ല സിദ്ദീഖ് പറഞ്ഞ വാദിതാണെന്നാ പറഞ്ഞത്. സിദ്ദീഖ് പറഞ്ഞ വാദം ഇതിലില്ലേ? സിദ്ദീഖ് പറഞ്ഞ വാദം ഇതിലുണ്ടോ അല്ലേ? അത് പറയും. ഉണ്ട്. അതിന് പുറമെ ബിദ്അത്ത് ഹസനത്താണ് എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് പറഞ്ഞ ദൈവമായി പോവോ? അല്ല, സിദ്ദീഖ് പറഞ്ഞ ദൈവമായി പോവോ? അതാണ്. അപ്പൊ സിദ്ദീഖ് പറഞ്ഞ വാദം എഴുതണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ 100 ഒട്ടകത്തിന്റെ ശക്തിയോടുകൂടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടതാ സിദ്ദീഖ് പറഞ്ഞ വാദം ബിദ്അത്ത് സുന്നത്താണ് എന്നുള്ളത്. അതിന്റെ കൂടെ എന്തുകൂടെ ചെയ്തു? ബിദ്അത്ത് ഹസനത്താണ് എന്ന് കൂടെ ചെയ്തു. അത് സുന്നയുടെ വാദമാണ്. ബിദ്അത്ത് ഹസനത്താണ് എന്ന് എഴുതിയാൽ നമുക്ക് ഉറപ്പാണ് പിന്നെ ബിദ്അത്തു ഹസനത്തും സുന്നത്തും ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചത്. നിങ്ങളെ കവലകളിൽ പ്രസംഗിക്കാറുണ്ട് ബിദ്അത്ത് ഹസനത്ത് സ്വഹീഹത്ത് എന്ന ഒരു കിസ്മത്ത് ഇല്ല, അങ്ങനത്തെ ഒരു വേർതിരിവില്ല, എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ട്. അത് പൊളിച്ചടക്കണം ഈ സംവാദത്തിൽ എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മളിത് എഴുതിയത്. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തീരുമാനം വേഗം പറയാം, അല്ലെങ്കിൽ പിരിച്ചട് വിട്ടാളി. പിരിച്ചു വിടണല്ലേ? അപ്പോ ഇവിടെ ആരും ഫൈസൽ മൗലവി പറഞ്ഞു പോലും എന്ത്? ഇവിടെ അലവി സഖാഫി പറഞ്ഞിട്ടുണ്ടാവും, ഷാഫിയെ മോനെ നീ പൊന്നാനി പോയത് മതി, ഇനി ഓരുടെ മുന്നിലേക്ക് പോകണ്ടാന്ന്. ഒരു മിനിറ്റ്, തോക്കെ സഖാഫിന്റെ കഥ ഷാഫി ഇവിടെ പറഞ്ഞല്ലോ. ഷാഫിയെ പ്ലീസ് ഷാഫിയെ
ഷാഫി ഇവിടെ നോക്കൂ ഷാഫി, കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കണ്ട, കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഇരിക്കണ്ട, ഉറക്കം നടിക്കണ്ട. ഷാഫി 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 ഇവിടെ കേക്ക്, ഷാഫി ഇവിടെ നടക്ക്, ഇവിടെ നോക്ക്, ഇവിടെ ഷാഫി മൈൻഡ് ചെയ്യുന്നില്ല. ഷാഫി ഷാഫി ഇവിടെ നോക്ക്, ഇവിടെ തോക്കെ സഖാഫി മംഗലാപുരം സംവാദത്തിൽ ദാരുണമായി പരാജയപ്പെട്ടു. കാന്തപുരം വിഭാഗത്തിന്റെ സംവാദ വീരനായ നൗഷാദ് ഹസന് പോലും അന്നത്തെ ദിവസം പറഞ്ഞു, കിതാബ് തിരിയാതെ തോക്കെ സഖാഫി മംഗലാപുരത്ത് നട്ടം തിരിഞ്ഞു. കാന്തപുരം വിഭാഗത്തിന്റെ ആള് ആയിരുന്ന നൗഷാദ് ഹസന് പറഞ്ഞു, സൽമ മുങ്ങിയിട്ടില്ല. അതിനുശേഷം എന്താ, കഴിഞ്ഞ 2 മാസം മുമ്പാണ് എരുമാടി സംവാദം നടന്നത്. ആ എരുമാടി സംവാദത്തില് അവിടുത്തെ കോട്ടൂരി സഖാഫി, നിങ്ങളുടെ ബൈലക്സിലെ പഴയ മുഫ്തി, അദ്ദേഹം വന്നിട്ട് ദാരുണമായി പരാജയപ്പെട്ടു പോയത് ആളുകൾ കണ്ടു. അതിനുശേഷവും ഇബ്രാഹിം സഖാഫി പറഞ്ഞു, ഞങ്ങൾ അലവി സഖാഫിയുമായി നിങ്ങളുമായി സംവാദത്തിന് വരും, കണ്ടിട്ടില്ല. അപ്പൊ അലവിക്കറിയാം ഈ സംവാദം നടക്കാൻ പാടില്ല. കുട്ടികളെ നിങ്ങൾ പോയി കുളവാക്കിയിട്ടിങ്ങി വാ, കുട്ടികളെ നിങ്ങൾ പോയി കുളവാക്കിയിട്ട് വാ. അതുകൊണ്ട് സിദ്ദീഖ് പറഞ്ഞത് എഴുതുക. ഞങ്ങൾ കൂട്ടിയത് വേണ്ട. അതെ, ഇത്രയും നേരം ബിദ്അത്ത് ഹസന ബിദ്അത്ത് ഹസന, ഈ ബിദ്അത്ത് ഹസന എന്ന് എഴുതിയാൽ നിങ്ങളുടെ അടിവേര് മാന്തുന്നറിയാം. കാരണം എന്തുകൊണ്ടെന്നറിയോ, ഇത്രയും കാലം ഞങ്ങൾ സുന്നത്ത് മാത്രമല്ല ബിദ്അത്ത് ഹസന എന്ന് പറയാറുണ്ടോ അല്ലേ? സുന്നികളായ സുന്നികൾ കേരളത്തിലുള്ള സർവ്വപ്രസംഗങ്ങളിലും മുഖാമുഖങ്ങളിലും ഖണ്ഡനങ്ങളിലും സർവ്വസ്ഥലങ്ങളിലും ബിദ്അത്ത് ഹസന എന്ന് പറയാറുണ്ട്, സുന്നത്ത് ഹസന എന്ന് പറയാറുണ്ട്. പേട്ട മുഖാമുഖത്തിൽ വെച്ചിട്ട് അന്തസ്സോടെ അഭിമാനത്തോടെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അന്ന് 9 മണിയായപ്പോഴേ പെട്ടെന്ന് നിർത്തിപ്പോയി. അന്ന് പറഞ്ഞെന്താണെന്നറിയോ, പെർമിറ്റ് കഴിഞ്ഞു. അന്ന് പെർമിറ്റ് കഴിഞ്ഞു പറഞ്ഞപ്പോഴേ അപ്പൊ എന്ത് പറഞ്ഞു എന്നറിയാം, ഞങ്ങൾ പറഞ്ഞു മൈക്കൊക്കെ പെർമിറ്റ് ഉള്ളൂ, തൊള്ളക്ക് പെർമിറ്റ് ഇല്ല. നേരം വെളുക്കുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിലിരുന്ന് മൈക്കയില്ലാതെ സമ്മതിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് എണീറ്റ് പോയി. അതാ മയ്യത്തിന്റെ തലേന്ന് പേനിറങ്ങി പോകുന്ന പോലെ ഇറങ്ങിപ്പോയി കണ്ടതാ. അതുകൊണ്ട് സുന്നികളുടെ വാദം സുന്നത്താണ് എന്ന് പറയാറുണ്ട്, ബിദ്അത്താണ് എന്ന് പറയാറുണ്ട്. രണ്ടിനെയും ഇതാ ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. സുന്നത്ത് ബിദ്അത്ത് ഹസനത്താണ്, ബിദ്അത്ത് ഹസനത്ത് സുന്നത്തുമാണ്. ഈ വാദം സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഈ മഹത്തായ ഈ പറയുന്ന വ്യവസ്ഥയുടെ ഏറ്റവും വലിയ വിജയം. അത് നിങ്ങൾ ഓർത്തു വെക്കണം. നിങ്ങളെ മനസ്സിലാക്കണം. ഫൈസൽ മൗലവി മന്ത്രിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ സക്കരിയ സ്വലായി ഉറുക്കെയ്ത് കൊടുത്തത് മുഴുവനും ഇവിടെ ചീട്ട് കൊട്ടാരം പോലെ മുഴുവനും തരിപ്പണമായി പോയി. അതുകൊണ്ട് പറയാനുള്ളത് സുന്നത്തും ബിദ്അത്തും, ഈ സുന്നത്തും ബിദ്അത്തും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ചമ്പോത്തും പോത്തും ഒന്നല്ല. ഇയാൾ പോത്തിൽ കുടുങ്ങിപ്പോയി, പോത്തിന്റെ കയറിൽ കുടുങ്ങിയവനാണ് ഈ നൗഷാദ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ കൃത്യമായി. ഇതിന് എഴുതാൻ തയ്യാറുണ്ടോ? ആണത്തത്തോടെ ചോദിക്കാണ്. സുന്നത്ത് എന്ന് മാത്രമല്ല സുന്നിങ്ങളുടെ വാദം, സുന്നത്താണ്, ബിദ്അത്തുൻ ഹസനയാണ്. തയ്യാറുണ്ടോ? കണ്ണോട് കണ്ണ് നോക്കിയിട്ടാ ചോദിക്കുന്നത്. തയ്യാറുണ്ടോ? അതാ നേരിട്ട് ചോദിക്കുക, തയ്യാറുണ്ടോ? ഞങ്ങൾ വാദ സുന്നത്ത് മാത്രമാണോ? സുന്നത്തും ബിദ്അത്തുൻ എഴുതൂ. തയ്യാറുണ്ടോ എന്നാണ് ഇത്രയും നേരം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി സലാഹും മിണ്ടാതിരിക്കണം. ഞാൻ പറയുമ്പോ ശാന്തായിട്ടിരിക്കൂ. എന്തിനാണ് ഈ ബേജാറാവുന്ന സലാഹു? നിങ്ങൾ പറയുമ്പോ എത്ര ശാന്തായിട്ടാ കേട്ടത്. ഇവിടെ നോക്ക്, നിങ്ങൾ പറഞ്ഞു സിദ്ദീഖ് എഴുതിയത് സുന്നത്താണ്. സലാഹു 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 ഉണ്ടോന്ന് എന്നോടല്ലേ ചോദിച്ചത്? അത് കഴിഞ്ഞു എന്നാ. അപ്പൊ ഉണ്ടോ ഇല്ലെന്ന് പറയണ്ടേ? ചുമ്മാ അട്രാസി പൽക്ക പറഞ്ഞിട്ട് പോവാണ്. പറയട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ സിദ്ദീഖ് മിസ്ബാഹ് എഴുതിയത് ഞങ്ങൾ വാദത്തിൽ എഴുതി. ഓക്കെ, എഴുതി. അതിനേക്കാൾ ഒന്നും കൂടി ഞങ്ങൾ കൂട്ടി എഴുതി. അതായത് വാദമായിട്ട് ഞങ്ങൾ പറയാറുള്ള ബിദ്അത്തെ ഹസന എന്നത് നിങ്ങൾ എഴുതി. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ എഴുതി, എക്സ്ട്രാ കൂട്ടി എഴുതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യും. മൗലിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയുന്ന കാര്യമുണ്ടല്ലോ. അതിൽ ഞങ്ങൾ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ. ലൈലത്തുൽ ഖദ്റും അതും കൂടി എഴുതും. ഇനി വിട്ടുവീഴ്ചയില്ല. അപ്പം നിങ്ങൾക്കറിയാം തെളിയിക്കാൻ പറ്റൂലെന്ന് അല്ലേ? നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പറയാം സിദ്ദീഖ് എഴുതിയത് എഴുതുക, അല്ലെങ്കിൽ
നിങ്ങളുടെ വാദം ഇതാ, നിങ്ങൾ സുന്നത്താണ് ഫർലാണെന്ന് പറഞ്ഞ ആളുകളെ ഇപ്പൊ സുന്നത്ത്, ഇന്ന് വന്നിട്ട് ബിദഅത്തെ ഹസന എന്ന് പറഞ്ഞ് എന്ത് ഹുക്കുമായി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സലാഹു? അതുകൊണ്ട് ഫൈസൽ മൗലവിയുടെ ഫറൂഖ് പേട്ടയിൽ മുഖാമുഖം പറഞ്ഞല്ലോ, അന്ന് സലാഹു നാണം കെട്ട്, ഞാൻ പറയട്ടെ, അവിടെ കടന്നതാ ഈ ഇദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, നിങ്ങളില്ലായിരുന്നോ? അന്ന് നിങ്ങളാണ് ആ പരിപാടി അലങ്കോലപ്പെടുത്തിയത്. മുഖാമുഖം പെർമിറ്റ് എടുത്ത് നടത്തിയ പരിപാടിയിൽ നിങ്ങൾ അലങ്കോലപ്പെടുത്തി. അന്ന് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാനൊരു യാത്ര പോകുമ്പോൾ എന്തോ ഒരു മുഖാമുഖം കണ്ട് കയറി. അന്നൊന്നും കൂടി എനിക്ക് യഖീനായി, കാര്യം ഇവരാണ് എന്നെ മുജാഹിദാക്കിയതിലൊരു പങ്കുണ്ട്. വാട്സപ്പിൽ ആദ്യത്തെ ചർച്ച നിങ്ങൾ എന്നെ ആക്കിയതിൽ പങ്കുണ്ട്. ആ സമയത്ത് സലാഹു അവിടെ കിടന്ന് ബബ്ബ പഠിക്കുന്ന രംഗം ഞാൻ കണ്ടു. അപ്പൊ ശൈത്താനാണല്ലേ ആ ഹിദായത്ത് കിട്ടി. ആ മുഖാമുഖത്തില് സലാഹു അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. പെർമിറ്റ് എടുത്ത് നിങ്ങൾ മുഖാമുഖം നടത്താറുണ്ടല്ലോ, ഞങ്ങൾ അലങ്കോലപ്പെടുത്താറില്ലല്ലോ. ഒരു മിനിറ്റ് ഉണ്ട്, കാഞ്ഞങ്ങാട് കൂട്ടായ്മയിലുമുണ്ട്. അതിനു മുമ്പേ സലാഹു, ഓർമ്മ വേണം, ഷാഹിദ് പേട്ട മുഖാമുഖം കൊളാക്കിയെന്നല്ലേ. നിന്നെ കണ്ടിട്ടാ ഞാൻ കുറെ സുന്നിയായത്. അറിയെനിക്ക് മംഗലാപുര സംവാദം കേട്ടിട്ടേ, പൊന്നാനി സംവാദം കേട്ടിട്ടേ, ഇതൊക്കെ കേട്ടിട്ട് നിന്നെ പോലത്തെ മുജാഹിദുകളെ ഫൈസലിനെ സുസക്കരിയനെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ കുറെ സുന്നിയായത്. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് സാധാരണ സുന്നി പ്രവർത്തകനായ ഞാനൊക്കെ നിന്റെ മുമ്പിൽ വന്നതേ നിന്നെ പോലത്തെ പൊട്ടത്തരം കേട്ടിട്ട് തന്നെയാ. അങ്ങനെ പറയാൻ നമുക്കും പറഞ്ഞൂടെ? ഇപ്പോ എടാ വാദത്തിലുണ്ടേ വാകുട്ടി, എന്തിനായി വന്നിരിക്കണത്? നോക്കട്ടെ, പണ്ടത്തെ പറഞ്ഞു ഈ വര ഈ വര വരച്ചിട്ട് ഇങ്ങോട്ട് നോക്ക, ഈ വരേന്റെ അപ്പുറത്ത് പോയാലുണ്ടല്ലോ, ഞാൻ അടുത്ത വര വരക്കും, അടുത്ത വര ഇതേപോലെ. എത്ര എക്സ്ക്യൂസ് ഞങ്ങൾ ചെയ്തു സൽമാനെ, എത്ര എക്സ്ക്യൂസ് ചെയ്തു. ഇപ്പൊ സൽമാൻ ലാസ്റ്റ് പറയാണ്, ഓല് വാദത്തിൽ എഴുതി കൊണ്ടുവന്ന 2 എണ്ണം ഞങ്ങൾ എഴുതണം, അതിന് വേറെ കുട്ടീനെ നോക്കണം. ഞങ്ങൾ സംവാദത്തിന് വന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വാദം എഴുതാനാണ്. ഞങ്ങൾ പറഞ്ഞ വാദം, ആ വാദത്തിൽ ഇൻഷാ അല്ലാ നിങ്ങൾ സുന്നി അഫ്കാർ ആയാലും സുന്നി വോയിസ് ആയാലും ഷെയ്ഖുനയുടെ വാക്കായാലും എന്തും നിങ്ങൾ സംവാദത്തിൽ കൊണ്ടുവന്നോളൂ. ആണത്തത്തോടെ ഞങ്ങൾ മറുപടി പറയും, അത്ര പേടിയൊന്നുമില്ല. ഞങ്ങൾ എഴുതിയ വാദം സുന്നികൾ കവലകൾ തോറും പ്രസംഗിക്കുന്നത് ബിദ്അത്തുൻ ഹസനയാണ് എന്നതാണ്. അതിവിടെ സ്ഥിരപ്പെടുത്തി. സുന്നത്താണ് എന്ന് സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞത് ഇവിടെ ഞങ്ങൾ വാദത്തിലെഴുതി. എന്തേ മൗലവി തയ്യാറാവാത്തത്? എന്തേ സംവാദത്തിന് തയ്യാറാവാത്തത്? അതുകൊണ്ട് സൽമാൻ മൗലവി, ഈ ഒരു വാദം, ഞങ്ങൾ ഈ പറഞ്ഞ വാദം, ഈ വാദത്തിൽ ചർച്ച, ആദ്യം നിങ്ങൾ ചർച്ച തുടങ്ങി, ഞങ്ങൾ ചർച്ച തുടർന്നു. ഇനി അവസാനം ഞാൻ പറയുന്നു, ഈ വാദത്തിലൊരു തീരുമാനമാക്കണം. അത് വെറുതെ മൈക്ക് പിടിച്ച് ഒച്ചപ്പാണ്ടാക്കിയിട്ട് കാര്യമില്ല. വെറുതെ മൈക്ക്, നിങ്ങൾ വെറുതെ ഒച്ചപ്പാണ്ടാക്കാണ്. ഞങ്ങൾ ഒച്ചപ്പാണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങളോടൊരു വാദം, ഞങ്ങളിവിടെ സംസാരിക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങളുടെ വാദത്തിന് എന്താണ് കുഴപ്പം അത് പറയണം. സൽമാൻ മൗലവി, ഞങ്ങളുടെ വാദത്തിന് എന്താണ് കുഴപ്പം? പേട്ട മുഖാമുഖം ആരാ കൊളാക്കിയത്? എന്റെ മുഖത്ത് നോക്കി, അതെ, പേട്ട മുഖാമുഖം ഞങ്ങളാ കൊളാക്കിയതെന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കി സമയം കളയുവാൻ പറ്റൂല. ഇവിടെ സുന്നത്താണ് എന്നതിന്റെ കൂടെ ബിദ്അത്തുൻ ഹസന എന്ന് എഴുതിയാൽ എന്താണ് കുഴപ്പം? കൂടുതലായിട്ട് ഒച്ചപ്പാടുണ്ടാക്കേണ്ട, തീരുമാനമാക്കുക എന്ന് പറഞ്ഞു. നമുക്ക് തീരുമാനമാക്കാം. എങ്ങനെ തീരുമാനമാക്കുന്നത്? സിദ്ദീഖുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ എഴുതി എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞു സിദ്ദീഖ് പറഞ്ഞത് ഒന്നുകിൽ ചേർക്കുക, അല്ലെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരി പറഞ്ഞ വാജിബ് ഫറദ് ചേർക്കുക. അപ്പൊ നിങ്ങൾ ചേർത്തു. എന്ത്? സിദ്ദീഖ് പറഞ്ഞ സുന്നത്ത് ചേർത്തു, അവിടെ വെക്കി. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വകയായിട്ട് കൂട്ടുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെ വകയായിട്ട് കൂട്ടുകയാണെങ്കിൽ പലതും ഞങ്ങൾക്ക് കൂട്ടേണ്ടി വരും, പലതും നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും. 4 ഖലീഫമാരുടെ പേരിൽ നിങ്ങൾ പറഞ്ഞത്, ജുനൈദുൽ ബാഗ്ദാദിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞത്, ഹസൻ ബസരിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നോമ്പെടുക്കൽ കറാഹത്താണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചത് വരെ എന്താണെന്നറിയോ? ഒരു പെരുന്നാൾ എന്ന നിലക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നോമ്പെടുക്കൽ കറാഹത്താണ്. എല്ലാ മുസൽമാന്മാരും തിങ്കളാഴ്ച ദിവസം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് കൊണ്ട് നോമ്പെടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നു അന്നേ ദിവസം നോമ്പെടുക്കൽ കറാഹത്താണ് എന്ന് പറയുന്ന വാദം ഇതുപോലെതാ. ഇത് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എഴുതിയ പോയത്തരങ്ങളാണ്, പക്ക ഫ്രോഡുകളാണ്. ഇത് മുഴുവൻ ഞങ്ങൾ ഇവിടെ എടുത്ത് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടില്ല.
ഇത് മുഴുവൻ എടുത്തുകൊണ്ട് ഞങ്ങൾ എഴുതാൻ പറയുകയാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഇത്രയുമൊന്നും ആവില്ല, ഇവിടെ വന്ന സകല മുസ്ലിയാക്കന്മാർക്കും ഭ്രാന്താകും, ജദിബിന്റെ ഹാലിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾ ആ വിഷയങ്ങളൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ഇവിടെ സിദ്ദീഖുമായി ബന്ധപ്പെട്ട വിഷയം സിദ്ദീഖ് പറഞ്ഞു, എഴുതുന്നു, സമ്മതിക്കുന്നു, സംവാദത്തിനുണ്ടോ? നേർക്ക് നേരെ നിന്നിട്ട് ചോദിക്കുന്നു, നീ എഴുതിയ ആ സുന്നത്ത് എന്നതിന്മേൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ വക കൂട്ടാതെ നിങ്ങളുടെ വക കുറക്കാതെ സുന്നത്ത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്മേൽ നിർത്തണം. ബിദ്അത്ത് എന്ന് നിങ്ങളുടെ വക കൂട്ടിയിട്ടുണ്ട്, ബിദ്അത്തുൻ ഹസന എന്ന് നിങ്ങളുടെ വക കൂട്ടാനല്ല. സിദ്ദീഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ എഴുതിയ വാദം സുന്നത്താണെന്ന് പറയുന്ന വാദം അവിടെ നിർത്തി. ഇത് കുറെ സിദ്ദീഖ് പറഞ്ഞത് എഴുതിയിട്ടില്ല എന്ന വാദം ഇവിടെ പറയണ്ട, പച്ചക്കളവാണ്. നമ്മൾ മുജാഹിദുകളുടെ സ്വഭാവം നമ്മൾ കണ്ടതാ. കാസർഗോഡ് ജില്ലയിൽ, ഇതേ കാസർഗോഡ് ജില്ലയിലാണ് ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദിനോട് സംവാദം നടത്തിയിട്ട് പച്ചക്കളവ് പറഞ്ഞവരാണ്, കട്ടവരാണ് നിങ്ങൾ മഞ്ചേശ്വരം സംവാദത്തിൽ. ആ പാരമ്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളെ സ്വഭാവമാണ് നാവെടുത്താൽ കളവ് പറയും. ഇതാ ഹദ്ദസ കദബ, മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഒരു വാക്തത്വം നടത്തിയാൽ അത് ലംഘിക്കും. ഇവിടെ നൗഷാദ് എന്താ പറഞ്ഞിരുന്നത്? നൗഷാദ് എന്താ പറഞ്ഞത്? 2-1 ഒന്നിരിക്കൽ എ പി ഉസ്താദ് പറഞ്ഞ വുജൂബി എന്നോ അല്ലെങ്കിൽ സിദ്ദീഖുമായി പറഞ്ഞ സുന്നത്താണ് എന്നോ 2-1 എഴുതണം. ഇപ്പോഴും പറയാം എഴുതിയില്ല, പച്ചക്കളവ്, പച്ച നുണ. ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എഴുതിയതല്ലേ, നമ്മൾ എഴുതി തന്നല്ലേ. സിദ്ദീഖിന്റെ വാദം എഴുതി, അതിന്റെ കൂടെ ബിദ്അത്തുൻ ഹസന ഉണ്ടെങ്കിൽ സിദ്ദീഖിന്റെ വാദം ഇല്ലാതെ ഇപ്പോ അതും സുന്നികളുടെ വാദമാണ്. കേരളത്തിലും പുറത്തുമായി സുന്നികൾ വാദിക്കുന്നതാണ് ബിദ്അത്തുൻ ഹസന എന്നുള്ളത്. നൗഷാദ ഇങ്ങോട്ട് നോക്ക്, സിദ്ദീഖ് പറഞ്ഞ വാദം ഇതില്ല നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? എന്നാൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എഴുതാനുണ്ടോ? എങ്ങോട്ട് മനസ്സിലാക്കി, സിദ്ദീഖിന്റെ വാദം ഇതിൽ ഇല്ല എന്ന് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല നിങ്ങൾ പറയാൻ ധൈര്യമുണ്ടോ? സിദ്ദീഖ് പറഞ്ഞ വാദം ഇതിലുണ്ട്, അതിന്റെ പുറമെ ഒരു എക്സ്ട്രാ ബിദ്അ ഹസനയുണ്ട്. ബിദ്അ ഹസന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്ക് കൊള്ളും. ബിദ്അത്ത് ഹസന സയ്യ, അതാണ് നിങ്ങളെ പ്രശ്നം. ബിദ്അത്ത് എന്താ നിങ്ങൾ ശരിക്ക് പഠിപ്പിച്ചു തരും. നിങ്ങൾക്കൊരു മൗലവി ഉണ്ട്, സുഹൈൽ മൗലവി. ആ സുഹൈൽ മൗലവിയോട് ബിദ്അത്ത് ഒരു സംവാദം നടത്തി. ആ സംവാദത്തിന്റെ ലിങ്ക് ഇപ്പോഴും യൂട്യൂബിൽ ഉണ്ടാകും. ബിദ്അത്ത് ശരിക്ക് പൊളിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് കയ്യിൽ. അന്ന് മുമ്പ് നിങ്ങൾക്കൊരു വാദം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഹസനത്തില്ല, സിയത്തില്ല, എന്നാൽ ആൺകുട്ടികളാണ് ഏത് ബിദ്അത്ത് ഹസനത്താണ് ഇതിന്റെ കൂടെ മറുവാദമായിട്ട് സുന്നത്തുമല്ല ബിദ്അത്ത് ഹസനത്തുമല്ല വാദിരിക്കാള്. വല്ല ബിദ്അത്ത് ഹസന എന്നൊന്നില്ല നീതിക്കോ. സംവാദം നടക്കാൻ പോതിയുണ്ടോ? സംവാദം നടക്കാൻ പോതി നിങ്ങൾ എഴുതിക്കോ. ബിദ്അത്തുൻ ഹസന എന്ന ഒന്നില്ല. നിങ്ങൾ ബിദ്അത്തുൻ ഹസന എന്ന ഇത് പൊട്ടത്തെറ്റാണ് എന്ന് എഴുതിക്കോ. സംവാദം നടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഇത്. ഒരു മിനിറ്റ് നിസ്കരിക്കാൻ തരാം. ഇപ്പൊ ഇതുവരെ സമയം പറഞ്ഞില്ല. സമയം അവര് ഞങ്ങൾ പറഞ്ഞോട്ടെ. ബിദ്അത്തെ ഹസന എന്ന് എഴുതാനുണ്ടോന്ന് ചോദിച്ചില്ലേ, അങ്ങോട്ടേക്ക് പറഞ്ഞേ. അപ്പൊ പറയട്ടെ, എല്ലാം നിങ്ങൾ തന്നെ തീരുമാനാക്ക. ഇവിടെ ഒരു വ്യവസ്ഥ വേണ്ടേ? ഞങ്ങള് നമ്മൾ പറഞ്ഞ വാദത്തിൽ മറുവാദം അവരെ കൊണ്ട് പറയട്ടെ ഇവിടെ പറഞ്ഞോട്ടെ. പറ്റൂലെന്ന് പറയിപ്പിച്ചതാണ് നിങ്ങള് പറയട്ടെ. ഞാൻ പറയണോന്നും പറയാ, നിങ്ങൾ പറഞ്ഞ വാദം സംസാരിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ. ഇരിക്കൂ എന്റെ ഇരിക്കൂ. എന്റെ കയ്യിൽ അവിടെ ഇരിക്കൂ. ഇവിടെ നമ്മുടെ ഷാഫി പറഞ്ഞത് ഇതിനകത്ത് സുന്നത്താണെന്നുണ്ട്, ബിദ്അത്തെ ഹസനയാണെന്നും കൂടി. ബിദ്അത്തെ ഹസന, ബിദ്അത്തുൻ ഹസന എന്തോ ആയിക്കോട്ടെ. നിങ്ങള് അപ്പോ ഷാഫിയെ നിങ്ങളുടെ അത്ര ഒന്നും ഇല്ല കേട്ടാ. എന്തായിരുന്നാലും നിങ്ങൾ ഇവിടെ പറഞ്ഞു സുന്നത്താണെന്ന് ഞങ്ങൾ എഴുതാം, പക്ഷെ ഞങ്ങൾ ബിദ്അത്തെ ഹസനയെന്നും കൂടി എഴുതും. നിങ്ങൾക്ക് ശറഇൽ അങ്ങനെ ഒന്നും ഇല്ല എന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്, അത് നിങ്ങൾ എഴുതുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ബിദ്അത്ത് ഹസന ശറഇൽ ഇല്ല എന്നുള്ള കാര്യം എഴുതാൻ ഞങ്ങൾ റെഡിയാണ്.
അത് വേറെ സംവാദം, വേറെ പാർട്ടായിട്ട്. പിന്നത്തെ നബിദിനാഘോഷം ബിദഅത്ത് ഹസനയും തമ്മിൽ എന്താണ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ നബിദിനാഘോഷം സുന്നത്താണെന്ന് നിങ്ങൾ സിദ്ദീഖ് പറഞ്ഞതുപോലെ എഴുതാന്ന് പറഞ്ഞു. എന്താ ഷാഫി എന്താ പറ്റാത്തത്? അത് ഈ വിഷയമല്ലല്ലോ. നല്ല ബിദഅത്ത് ഇസ്ലാമിലുണ്ടോ, നല്ല ബിദഅത്ത് ഇല്ലേ, അത് മറ്റു വിഷയ. നബിയുടെ ജന്മദിനാഘോഷം അത് സുന്നത്താണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ആ രണ്ടിനും ഞങ്ങൾ റെഡിയാണ്. ഇവിടെ ഈ പറഞ്ഞതിന്റെ കാര്യത്തിന് ഒരു തീരുമാനാക്ക്. ഈ പറഞ്ഞ അതിനാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എഴുതാൻ തയ്യാറാണോ? ഞങ്ങൾ പറഞ്ഞു ശറഇൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഞങ്ങൾ ഇവിടെ തെളിയിക്കാൻ റെഡിയാണ്. ഞങ്ങൾ അത് ബിദ്അത്തുൻ ഹസന എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ വേറെ പഠിപ്പിച്ചു തരും. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ജന്മദിനാഘോഷം വേറെ, നല്ല ബിദ്അത്ത് വേറെ. നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും വേറെ. നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി റബീഉൽ അവ്വൽ 12 നിങ്ങൾ നടത്തി വരുന്ന ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ സുന്നി അഫ്കാറിൽ പറഞ്ഞു ലൈലത്തുൽ ഖദറിന്റെ രാവിനേക്കാളും ശ്രേഷ്ഠമാണ്. ഖുർആന്റെ നസ്സിനെതിരെ നിങ്ങൾ പറഞ്ഞു എന്ത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു. അത് പച്ചക്കളവാണ്. അതും നിങ്ങൾ എഴുതാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ പറഞ്ഞു 4 സഹാബത്ത് ചെയ്തു. ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് ബിദഅത്ത് ഹസനത്ത് നബിദിനാഘോഷവുമായിട്ട് ബന്ധമില്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നതെന്നാ. എന്നാ ഓക്കെ, ഞങ്ങളുടെ വാദം തിരുപ്പിറവിയിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ അവ്വൽ 12 അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ബ്രാക്കറ്റിൽ നബിദിനാഘോഷം സുന്നത്തായ അല്ലെങ്കിൽ ബിദഅത്ത് ഹസനത്താണ്, അല്ലെങ്കിൽ സുന്നത്തും ബിദഅത്ത് ഹസനത്തുമാണ്, അല്ലെങ്കിൽ സുന്നത്താണ് ബിദഅത്ത് ഹസനത്താണ്. അപ്പൊ നിങ്ങളുടെ വാദം ഇതിനെ ഗണ്ണിക്കലാണല്ലോ. മൂജബ കുല്ലിയനെ നിങ്ങൾ നഖൽ ചെയ്യുകയാണ്. തിരുപ്പിറവിയിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ അവ്വൽ 12 അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം സുന്നത്തല്ല, അതിന് ബിദഅത്ത് ഹസനത്തുമായിട്ട് ബന്ധമില്ല എന്നെഴുതിക്കോ. അത് സുന്നത്തല്ല, അതിന് ബിദഅത്ത് ഹസനത്തുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾ എഴുതിക്കോ. ബന്ധമുണ്ടോ ഇല്ലേ അത് നമ്മൾ അവിടെ തെളിയിക്കാം. നിങ്ങൾക്ക് ബിദഅത്ത് ഹസനത്ത് പേടിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാ പ്രതിഫലാർഹം എഴുതിയപ്പോ പേടിച്ചത് എന്നറിയോ? ഇബ്നു തൈമിയ്യ പറഞ്ഞു وقال ابن تيمية فتعليم المولد واتخاذه موسما قد يفعله بعض الناس ويكون له فيه أجر عظيم. പ്രതിഫലാർഹമാണ്. അത് പേടിച്ചിട്ട് നിങ്ങൾ അത് മാറ്റാൻ പറഞ്ഞു. പിന്നെ ബിദഅത്ത് ഹസനത്ത് എഴുതിയപ്പോ നിങ്ങൾക്ക് പേടിയാണ്. കാരണം ഇമാം നവവിയുടെ ഉസ്താദായ അല്ലാമ അബൂ ശാമ തങ്ങളാ പറഞ്ഞത് വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ ഹാദാ എന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ബിദഅത്ത് ഹസനത്ത് എന്ന് പറഞ്ഞാലും പെടുമെന്നറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ പേടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ, സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞ വാദത്തിൽ നിന്ന് അണുകിട ഞങ്ങൾ ആരും പിന്മാറിയിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ ഞങ്ങൾ പിന്മാറുകയുമില്ല. സുന്നത്താണ് എന്ന് സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞ വാദത്തിന്റെ കൂടെ ബിദഅത്ത് ഹസനത്തുമാണ് എന്ന് ഞങ്ങളും പറയുകയാണ്. ഈ വാദത്തിന് നിങ്ങൾ എതിർക്കുന്നില്ലേ? ബിദഅത്ത് ഹസനത്തല്ല നിങ്ങൾ പറയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ, സുന്നത്തുമല്ല ബിദഅത്ത് ഹസനത്തുമായിട്ട് ബന്ധമില്ല എന്ന് എഴുതിക്കോളി. ഇപ്പോ സുന്നത്തും അല്ല സുന്ന നിങ്ങൾ എഴുതിക്കോളൂ, ബിദഅത്തായിട്ട് ബന്ധമില്ല എന്നല്ലേ? ബന്ധമില്ല. നിങ്ങൾ എഴുതിയല്ലോ, നിങ്ങൾ പറഞ്ഞല്ലേ എഴുത്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ വാദഗതികൾ ഉള്ളത് സുന്നി അഫ്കാറിൽ പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. അതിന്ന് നിങ്ങൾ എസ്കേപ്പായി നിങ്ങൾ കൊണ്ടുവന്ന വാദം ഞങ്ങൾ എടുത്തു. റബീഉൽ അവ്വൽ മാസത്തിലും നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി 12 എഴുതാൻ റെഡിയാണ്. കേട്ടോളൂ. അത് വലിച്ചോണ്ട് പോലെ അത് എന്ത് സ്ഥലം ഇത്രയും ബേജാറാവണോ? ഇത്രയും പ്രഷർ ആവണ്ട, ഇത്രയും പ്രഷർ വേണ്ട കേട്ടോ. ഞങ്ങൾ എഴുതാം റബീഉൽ അവ്വൽ 12 നിങ്ങൾ സമസ്തക്കാർ അഥവാ സുന്നികൾ പ്രത്യേകത കൽപ്പിച്ച് നിങ്ങൾ നടത്തി വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ബിദ്അത്താണ്. നിങ്ങൾ എഴുതിക്കോ. അതിന്റെ ഓപ്പോസിറ്റ് സുന്നത്താണെന്ന് എഴുതിക്കോ. സുന്നത്താണെന്ന് എഴുതാൻ തയ്യാറാണ്? സുന്നത്താണ് നിങ്ങൾ എഴുതാൻ പറ്റുമോ? ബിദ്അത്ത് ഹസന നമ്മൾ വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചു. അല്ല, നിങ്ങൾ എടുക്ക്. ബിദ്അത്ത് ഹസന
നബിദിനവുമായി ബന്ധമില്ല എന്ന് ഇവിടെ പറയുമ്പോൾ ഇത്രയും കാലം നബിദിനം ബിദ്അത്താണ് എന്ന് പറയുന്ന ഇക്കാലം അത്രയും നിങ്ങൾ വാദിച്ച വാദം പൊളിഞ്ഞു പോയി. പിന്നെ എങ്ങനെ ബന്ധമില്ലാതിരിക്കല്? ബിദ്അത്ത് എന്നതിനെ ബിദ്അത്ത് ഹസന എന്നതുമായിട്ട് നബിദിനത്തിന് ബന്ധമല്ല. ബിദ്അത്ത് എന്ന വിഷയം ചർച്ച ചെയ്യാൻ വേറെ അവസരോ? ഇപ്പൊ മുന്നിൽ കിട്ടിയിട്ട് മിണ്ടാത്ത നിങ്ങളാണോ? ഇപ്പോൾ മുന്നിൽ കിട്ടിയിട്ട് അവസരം ലഭിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ ഒരു വാക്കതിനെ കുറിച്ച് പറയാൻ പേടിക്കുന്ന നിങ്ങളാണോ? വേറെ അവസരത്തിൽ നിങ്ങൾ വരൂല. കയറിട്ട് വലിച്ചാലും വരൂല, പോത്തിനെ കൊണ്ടുവന്നാലും വരൂല, പോത്തിനെ പോലെ വലിച്ചു കൊണ്ടുവന്നാലും വരൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബിദ്അത്തുൻ ഹസനയും നബിദിനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് സുന്നത്താണ്. നബിദിനം അത് ബിദ്അത്തുൻ ഹസനയാണ്. ഇത് സുന്നികളുടെ ഇപ്പോഴത്തെ വാദമല്ല, ഇപ്പൊ വെച്ച വാദമല്ല. ഞങ്ങൾ എല്ലായിടങ്ങളിലും പറഞ്ഞതാണ്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചതാണ്. അബൂ ശാമ തങ്ങൾ പറഞ്ഞതാണ്. എല്ലാ ഇമാമുകളും പറഞ്ഞു. അതാ ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ വാദമാണ്. എല്ലാവരും പറഞ്ഞു വെച്ചു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നബിദിനവും ബിദ്അത്ത് ഹസനയും ബന്ധമില്ല എന്ന് ഇവിടെ പറഞ്ഞതു തന്നെ ഈ വ്യവസ്ഥയുടെ ഞങ്ങളുടെ വിജയമാണ് ഞങ്ങൾക്ക്. എന്തേ കാരണം? മയക്കാതെ തരാൻ അവസരമില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ സമയമാണ് കഴിയട്ടെ. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അവസരമില്ല. അതെ, ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ മേലിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ. ഒരു മിനിറ്റ്, ഇവിടെ ഇതാക്കട്ടെ. ഒരു മിനിറ്റ് പോവല്ലേ? ഒരു മിനിറ്റ് നിങ്ങൾ പോവല്ലേ? ഇവിടെ ഒരു കളവ് പറഞ്ഞു. സലാഹു ഒരു കളവ് പറഞ്ഞു. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ പേരിൽ വേറെ ചർച്ച. അല്ല, മൈക്കെന്തിനാന്നറിയോ? അതായത് ഇത്രയും മാന്യമക്കേടുകൾ കാണിക്കാൻ സംസാരിക്കുന്ന ഇടയിൽ മൈക്ക് വാങ്ങി സംസാരിക്കുക. ഒരു മിനിറ്റ്. എങ്ങനെ പിന്നെ? അത് ശരി. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചുള്ളത്? അങ്ങനെ നോക്കി വിജയിക്കാൻ കഴിയില്ല മക്കൾ. ഹലോ എല്ലാവരും ഒന്ന് ഇരിക്കും. സുന്നികൾ എഴുതിയ വാദത്തിൽ ഇനിയൊരു മാറ്റത്തിരുത്തലുകളില്ലാതെ സംവാദത്തിന് തയ്യാറാണോ അല്ലേ? അത് പറയാം. സുന്നികൾ എഴുതിയ വാദത്തിൽ സുന്നികൾ ഇപ്പോൾ എഴുതി ഒരുപാട് മാറ്റത്തിരുത്തലൊക്കെ തന്നു നിങ്ങൾക്ക് തീയറിഞ്ഞ് തന്ന എഴുതി തന്ന വാദം ആ വാദത്തിൽ ഒരു സമയം വേറെന്നുണ്ട്. സൽമാൻ ഇപ്പൊ പറഞ്ഞ ആരോപണം കണ്ടോ? നമ്മുടെ വാദം കേൾക്കാൻ സമ്മതിച്ചില്ല.
അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഒരു മിനിറ്റ്. ഇവിടെ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് നിങ്ങളിപ്പോ ഒരു മിനിറ്റ് ഇവിടെ സുന്നത്താണ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് സുന്നത്താണ് അതിന്റെ കൂട്ടത്തിൽ ഒരു മിനിറ്റ് അവിടെ ഇരിക്ക് കൂട്ടത്തിൽ നിങ്ങൾക്ക് ബിദ്അത്തുൻ ഹസന ഒരു മിനിറ്റ് ബിദ്അത്തുൻ ഹസന കൂട്ടണം എന്നാലും നിങ്ങൾക്ക് തൃപ്തിയാണല്ലോ. എന്താ അല്ല ഇത് എഴുതിയില്ലെങ്കിൽ പൊളിയൂലേ? അവിടെ അടങ്ങിയിരിക്കുക. അവിടെ എഴുതിയില്ലെങ്കിൽ പൊളിയോ? എഴുതിയില്ലെങ്കിൽ പൊളിയോ? എന്തിനാ മുസ്ലിയാക്കന്മാരെ നമ്മളിത് കുറെ കണ്ടതാണ്. ഒരു കാര്യം നിൽക്കാം. ഒരു മിനിറ്റ് നിങ്ങളെ ഒരുപാട് ഞാൻ കണ്ടതാ മുഖാമുഖങ്ങളിൽ മുസ്ലിയാരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് സംവാദത്തിന് ഒരുങ്ങിയിട്ടാണ് നമ്മൾ വന്നത് ഒന്ന് എഴുതാന്നുള്ളത്. പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ട് സുന്നത്താണ് എന്നും എഴുതി ബിദ്അത്തു ഹസനത്താണ് എന്നും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ മധ്യസ്ഥന്റെ റൂളിൽ നിന്നുകൊണ്ടുള്ള ആള് സുന്നത്ത് എന്ന് എഴുതിയിട്ടില്ല എന്ന ഒരു കളവ് ഇവിടെ പറയുകയാണ് മധ്യസ്ഥൻ തന്നെ. മധ്യസ്ഥന്മാർ തന്നെ കളവ് പറയുമ്പോൾ ഇവിടെ പ്രശ്നമാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എന്താ? മധ്യസ്ഥൻ പറഞ്ഞത് സുന്നത്താണെന്ന് എഴുതിയിട്ട് അത് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാദിക്കാൻ വന്ന ആളുകളോട് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വന്ന ഉസ്താദുമാരോട് പറയുകയാണ്. എന്ത് പറയുകയാണ്? നിങ്ങൾ സുന്നത്താന്ന് എഴുതിയിട്ടില്ല എന്ന്. സുന്നത്താന്ന് എഴുതിയിട്ടുണ്ട്, ബിദ്അത്ത് ഹസനത്താണ് എന്നും എഴുതിയിട്ടുണ്ട്. രണ്ടും എഴുതിയത് കൊണ്ട് അത് അംഗീകരിച്ചു പോകുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് തയ്യാറല്ല എന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ അതിനൊരു തീരുമാനം ഇനി പറയേണ്ടത് നമ്മുടെ ആരാണ്? മധ്യസ്ഥനാണ് പറയേണ്ടത്. മധ്യസ്ഥൻ ഇനി പറയാം. ഇനിയിപ്പോ നിങ്ങളല്ല ഇടപെടേണ്ടത്, കാരണം അസ്ർ കള്ളാൻ പോവാണ്. അപ്പൊ ഇനി ഇടപെടേണ്ടത് മധ്യസ്ഥനാണ്. മധ്യസ്ഥൻ ഇതിന് തീരുമാനത്തിലെത്തണം. ഇവിടെ സുന്നത്താന്ന് എഴുതിയിട്ടുണ്ട്, വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എ പി ഉസ്താദ് എന്ന് പറഞ്ഞപ്പം അതിന് വാജിബാണ് എന്നതിന് അനുയോജ്യമായിക്കൊണ്ട് ബിദ്അത്ത് ഹസനത്താണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് എല്ലാ വാദത്തിനും തോറ്റു കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ എന്താക്കിയിട്ടുണ്ട്? വാദത്തിലേക്ക് വന്നിട്ടുണ്ടോ? അല്ല, സംവാദം നടക്കാൻ വേണ്ടി. അപ്പോ എത്ര നമ്മൾ താഴ്ന്നു നിൽക്കുന്നുവോ വീണ്ടും മൂർത്താവിലേക്ക് ചവിട്ടിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇനിയും ആയില്ല എന്ന് പറഞ്ഞാൽ ആകുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കാൻ ഒന്ന് തീരുമാനം മധ്യസ്ഥൻ പറയട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഏതായിരുന്നാലും കേൾക്കുന്ന ആളുകൾക്ക് ഇപ്പൊ കാര്യങ്ങൾ വളരെ ബോധ്യമായിട്ടുണ്ട്. കാരണം സുന്നത്താണ് എന്ന് എഴുതിയിട്ട് കുറച്ചും കൂടെ ബിദ്അത്തുൻ ഹസനാന്ന് കൂടെ എഴുതിയാൽ ഇത് കഴിച്ചിലാൻ പറ്റുള്ളൂ. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഇരിക്കി. അപ്പൊ സുന്നത്താണ് മാത്രമല്ല സൽമാൻ ഇവിടെ വ്യക്തമാക്കി തന്നു ബിദ്അത്തുൻ ഹസന ധൈര്യമുണ്ടോ? വേറെ സംവാദം എഴുതാൻ ഞങ്ങൾ നടത്താൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കാണ്. മധ്യസ്ഥനായിക്കൊണ്ട് ഞാൻ വെല്ലുവിളിക്കാണ്. ബിദ്അത്തുൻ ഹസന വേറെ, നബിദിനാഘോഷം ബിദ്അത്താണ് ഞങ്ങൾ വേറെ തെളിയിക്കാൻ തയ്യാറാണ്. സുന്നത്തിന്റെ കൂടെ ബിദ്അത്തുൻ ഹസന ചേർത്താലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഉസ്താദ്മാര് പഠിപ്പിച്ചതാ. ബിദ്അത്തുൻ ഹസന കൂടി ചേർത്താലേ രക്ഷപ്പെടാൻ എനിക്ക് പറ്റുള്ളൂ. അതെ, സുന്നത്താണ് എന്ന് എഴുതാൻ ധൈര്യമുണ്ടോ? ഒരു മിനിറ്റ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മധ്യസ്ഥനോട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മധ്യസ്ഥനായിട്ട് വന്നിട്ടുള്ള ആളോട് ഇവിടെ ഒരു തീരുമാനാക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഇതൊരു എന്താ മധ്യസ്ഥന്റെ റൂൾ ഇതാണോ? മധ്യസ്ഥൻ ഏതായാലും സൽമാൻ നേരത്തെ പുറത്താക്കിയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത് ഇതിവിടെ തീരുമാനത്തിൽ സുന്നത്താണ് എന്നും ബിദ്അത്ത് ഹസനത്താണ് എന്നും വളരെ കൃത്യമായിട്ട് സുന്നി പണ്ഡിതന്മാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് അംഗീകരിച്ചു പോവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സൽമാനോ നൗഷാദ് പങ്കെടുക്കോ ഇതിന് ഒരു കാരണവശാലും ഇതിന് മറുവാദം എഴുതാൻ കഴിയില്ല. പിന്നെ മറ്റൊന്ന് കേൾക്കണം, ഞങ്ങളെ വാദം എഴുതേണ്ടത് ഞങ്ങളെ വാദം ഇതല്ല. അതാ മനസ്സിലാക്കണ്ടേ. ഞങ്ങളെ വാദം ഇതാണറിയോ? സുന്നികളെ വാദം എഴുതൽ സുന്നികളെ എഴുതണം, അതിന് മറുവാദം എഴുതണ്ടേ. ഞങ്ങളെ വാദം തിരുത്തിക്കലല്ല, മനസ്സിലാക്കണങ്ങള്. ഞങ്ങൾ സുന്നത്താന്ന് എഴുതിയിട്ടുണ്ട്, മറ്റെഴുതിയിട്ടുണ്ട്. ഇത് ഈ രൂപത്തിൽ
ഒരു മധ്യസ്ഥൻ പറയേണ്ടതല്ല എന്നെനിക്കറിയാം. പക്ഷെ മറുഭാഗത്തുള്ള മധ്യസ്ഥൻ നമ്മളെ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ അത് ഇടപെടേണ്ടി വന്നതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും മധ്യസ്ഥനായി വന്ന ആള് വളരെ ഉഷാറായിട്ട് തന്നെ സംസാരിച്ചിട്ട്, മൂപ്പരെ സംസാരം കേട്ടാൽ ഉഷാറായിട്ടുണ്ട്. വലിയ മധ്യസ്ഥനായിട്ടാണ് മൂപ്പര് സംസാരിച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ്, അല്ല നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ കുറെ സംസാരിച്ചല്ലോ, അവിടെ ഇരിക്കും. അപ്പൊ മൂപ്പര് പറയുന്നത് മുജാഹിദ് പക്ഷത്ത് വന്ന ആള് കക്ഷിത്വത്തോടെ സംസാരിച്ചു എന്നാണ് നമ്മളെ ഡോക്ടർ സാഹിബ് പറയുന്നത്. ഒരു മിനിറ്റ്, എല്ലാവരും അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, നിങ്ങൾ അവിടെ ഇരിക്കുക. ഇപ്പൊ മൂപ്പര് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മളെ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ ഇവിടെ എന്താ പറഞ്ഞത്? അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. ഒരു മിനിറ്റ്, അത് ശരി. അപ്പൊ ഞാൻ തുടങ്ങി അങ്ങക്ക് തുടങ്ങാന്നാണോ? അത് ശരിയല്ലല്ലോ. നിങ്ങൾ നസീഹത്തോടെ പറയാം, എന്നിട്ട് നിങ്ങൾ അതിനേക്കാൾ ശക്തമായി നിങ്ങൾ വെല്ലുവിളിക്കുക. അപ്പൊ ഹലോ, ഒരു മിനിറ്റ് ഭായി, ഞാൻ പറയട്ടെ. ഞാനിവിടെ ഒരു കാര്യം പറയണം. ഈ ഗ്രൂപ്പിലുണ്ടായ ആളാണ്, ഞാൻ പറയട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എവിടെയും എത്തുകയില്ല എന്നുള്ളത് പരിപൂർണ ബോധ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതിനാൽ തൽക്കാലം ഈ ചർച്ച നിർത്തിവെക്കുകയാണ്. അവസാനം എന്താണ്? അതെ, അല്ല, അവസാനമായിട്ട് സൽമാൻ ഒരു ഓല വാദം എഴുതി കൊണ്ടുവന്ന വാദം നിങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, ബിദ്അത്തും ഹറാമുമാണെന്ന് നിങ്ങൾ എഴുതുന്നു. നമ്മളെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ എഴുതി ബിദ്അത്ത് ഹസനത്താണ് അല്ലെങ്കിൽ ബിദ്അത്ത് സുന്നത്താണെന്ന് നേരെ തിരിച്ചും എഴുതൂ. തയ്യാറുണ്ടോ അല്ലേ? ഇനി നിങ്ങൾ അവിടെ ഇരിക്കേ. നിങ്ങൾ ഈ പ്രഷർ ആവാതെ നിങ്ങൾ അവിടെ ഇരിക്കൂ. നിങ്ങൾ എല്ലാരും കൂടി എന്റെ മേത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്നും കാണിക്കല്ലേ. ഇത് നിങ്ങളവിടെ ഈ മൈക്കൊന്ന് പിടിച്ച് വലിക്കല്ലേ. നിങ്ങളെ കണ്ടോ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക, സംസാരിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ പോയിട്ട് അവരവിടെ കവലപ്രസംഗല്ല, കാര്യം പറയണം. ദയവേത് അദ്ദേഹത്തെ മൈക്ക് വലിക്കരുത് പ്ലീസ്. ഒരു വിഷയം ദയവേത് റബിയുൽ അവ്വൽ മാസത്തിൽ 12-നും മറ്റും പ്രത്യേകത കൽപ്പിച്ച് നിങ്ങൾ നടത്തി വരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ബിദ്അത്താണ്, നിങ്ങൾ മറുവാദം സുന്നത്താണ് എന്ന് എഴുതുക. അത് മാറ്റി ഷാഫി എഴുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഞങ്ങൾ എഴുതിയത്. ഇതാണ് ചെറുവത്തൂര് പയ്യങ്കി ഗ്രൂപ്പില് സുന്നത്താണ് എന്ന് നടന്ന ചർച്ച. ഈ ചർച്ചയ്ക്ക് ഉണ്ടായ കാരണം അതാണ്. ആ അടിസ്ഥാനത്തിലാണ്, എന്റെ 2 മിനിറ്റ് ഉണ്ട്, ഞാൻ സംസാരിക്കട്ടെ. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എഴുതിയത്. ഇതുവരെയും ഞങ്ങൾ ചെയ്തു തന്നു. ഷാഫി മനഃപൂർവ്വം മുൻപേ പ്ലാൻ ചെയ്തു വന്നതാണ് ഈ ചർച്ച നടക്കരുത്. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ ബിദ്അത്താണ് എന്ന് നിങ്ങൾക്ക് എഴുതാം അല്ലേ. ഇവർക്ക് ബിദ്അത്താന്ന് എഴുതുമ്പോ ഞങ്ങൾക്ക് ബിദ്അത്ത് ഹസനാന്ന് എഴുതാൻ പറ്റൂല. അത് സമ്മതിക്കൂല. ഞങ്ങൾ പറയുന്നു സുന്നത്തും ബിദ്അത്തുമാകുന്നു. നിങ്ങൾ എഴുതിക്കോ, ബിദ്അത്തും ഹറാമും എഴുതിക്കോ. ബിദ്അത്താണെന്ന് എഴുതി. അല്ല, ഇവര് ആയിക്കോട്ടെ, സമ്മതിച്ചു. അല്ല, വാദം നമ്മൾ സമ്മതിക്കാണ്. ഇവർ എഴുതിയ വാദം, സൽമാനെ നിങ്ങൾ എഴുതിയ വാദം നമ്മൾ സമ്മതിക്കുന്നു, ബിദ്അത്താണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ബിദ്അത്താണ് എന്നാൽ ബിദ്അത്ത് ഹസനത്താണ്. ആയിക്കോട്ടെ, എന്നാ ബിദ്അത്ത് സുന്നത്താണ് പറ്റോ? ബിദ്അത്ത് സുന്നത്താണ് പറ്റോ? നിങ്ങൾക്ക് തിരിയൂല, നിങ്ങൾക്ക് മനസ്സിലാകൂല. ബിദ്അത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? അപ്പൊ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കൂല എന്നല്ല. നിങ്ങൾ ബിദ്അത്ത് ഹറാമാന്ന് എഴുതി നേരത്തെ. അപ്പൊ നമ്മൾ പറയുന്നു ബിദ്അത്തും സുന്നത്തുമാണ്. പറ്റോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ നമ്മൾ തീരുമാനിച്ചതാണ്. 2 കൂട്ടരും ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ എത്താത്തത് കൊണ്ടാണ്. 2 കൂട്ടരും ഈ തീരുമാനത്തിൽ ഹലോ 2 കൂട്ടരും വ്യവസ്ഥയിൽ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനത്തിൽ എത്തുന്നില്ല എന്ന് തന്നെയാണ് വീണ്ടും മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ 5 മിനിറ്റ് തന്നത്. ഇവിടെ സുന്നത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ മറുവശത്തെ ആളുകൾക്ക് ബിദ്അത്താണ് എന്ന് എഴുതാൻ പ്രയാസമുണ്ടെന്ന് അവരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മുന്നോട്ട് പോവില്ല. അതെ, അല്ല, ഒരു വാദം എഴുതുമ്പോഴേ ഒരു ഭാഗത്ത് സുന്നത്ത് ഒരു ഭാഗത്ത് ബിദ്അത്തും അല്ല. എന്ത് വാദമാണ് ഇപ്പോൾ? അതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നടക്കാനാണ്. ഏതായിരുന്നാലും ചർച്ച മുന്നോട്ട് പോകുന്നെന്ന് തോന്നുന്നില്ല എന്നാണ് നേരത്തെ മധ്യസ്ഥം പറഞ്ഞതുപോലെ തന്നെ. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ഒന്ന് ഇരിക്കുക. നമ്മളിവിടെ ഞങ്ങൾ 2 മധ്യസ്ഥന്മാർ തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായിട്ടുള്ളത്? വാദം 2 പേരുടെ വാദം യോജിച്ചു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വിഷയം നിർത്തുകയാണ്. സൽമാൻ പറഞ്ഞ വാദം ബിദ്അത്താണെന്ന് പറഞ്ഞു, ബിദ്അത്ത് ഹസനയാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് ഇല്ലാന്നും പറഞ്ഞു, പറ്റൂലെന്നും പറഞ്ഞു. ഓക്കെ, ബിദ്അത്തു ഹസനയാണ് എന്ന് സുന്നി വിഭാഗം പറയുകയും അത് സൽമാൻ അംഗീകരിച്ചിട്ടില്ല എന്നും ബിദ്അത്താണ് എന്ന സൽമാന്റെ വാദത്തിനാണ് ബിദ്അത്ത് ഹസനത്ത് എന്ന് എഴുതിയതും അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ചർച്ച നിർത്തിവെക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.